Next, testing mean of a population. പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. ബൈ ടെസ്റ്റിംഗ് ദ മീൻ ഓഫ് എ പോപ്പുലേഷൻ വി ആർ ആക്ച്വലി ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. അപ്പോൾ ടെസ്റ്റിംഗ് മീൻ ഓഫ് എ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീനും ആ പോപ്പുലേഷൻ എടുത്ത സാമ്പിൾ മീനും അത് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. In other words, we are deciding whether the given sample is drawn from the population having the mean given by H naught. Suppose we want to test the null hypothesis H naught says that mu equal to mu naught against one of the alternatives H1 says that mu less than mu naught or H1 says that mu greater than mu naught or H1 says that mu not equal to mu naught on the basis of a random sample of size n from a normal population with a non-variance sigma square. അപ്പം ഇതിൽ നമുക്ക് ടെസ്റ്റിംഗ് ദ മീൻ ഓഫ് എ പോപ്പുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് മീൻ ഓഫ് എ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ സാമ്പിൾ മീനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പോപ്പുലേഷന് ഒരു സാമ്പിൾ എടുക്കണം അല്ലേ, പോപ്പുലേഷന് ഒരു സാമ്പിൾ എടുക്കണം. അതിൻ്റെ സാമ്പിൾ സൈസ് n ആണ്. അങ്ങനെ എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ടെസ്റ്റിംഗ് മീൻ ഓഫ് ദ പോപ്പുലേഷനാണ്. അപ്പോൾ നമ്മൾ അൾട്ടർനേറ്റീവ് നമ്മുടെ null hypothesis എന്ന് പറഞ്ഞാൽ in other words we are deciding whether the given sample is drawn from the population having the mean given by H naught. അതായത് H naught says that mu equal to mu naught ആണ് നമ്മളെ എന്ത് പോപ്പുലേഷൻ മീൻ. അതാണ് നമ്മൾ null hypothesis ആയിട്ട് എടുക്കുന്നത്. H naught says that mu equal to mu naught, that is population mean. ആൻഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത സാമ്പിൾ, അതായത് n സൈസുള്ള സാമ്പിൾ ആ സെയിം പോപ്പുലേഷൻ നിന്നാണോ എടുത്തതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കണം. അപ്പോൾ അത് ആ സാമ്പിൾ നമ്മൾ പോപ്പുലേഷൻ തന്നെയാണോ, ആ സെയിം പോപ്പുലേഷൻ തന്നെയാണോ, എച്ച് നോട്ട് സെസ് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്ന മ്യൂ നോട്ടുള്ള ആ പോപ്പുലേഷൻ മീനുള്ള പോപ്പുലേഷൻ തന്നെയാണോ നമ്മുടെ സാമ്പിൾ എടുത്തതെന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് അഗെയിൻസ്റ്റ് വൺ ഓഫ് ദി ഓൾട്ടർനേറ്റീവ്സ്, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് വരുന്നത് H1 സെസ് ദാറ്റ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആവാം, അല്ലെങ്കിൽ H1 സെസ് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആവാം, ഓർ H1 സെസ് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആവാം വിത്ത് പോപ്പുലേഷൻ നോൺ വാരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നോൾ ഹൈപ്പോത്തസിസും അറിയാം. ആൻഡ് നമ്മൾ സാമ്പിൾ എടുക്കുന്നു, n സൈസുള്ള സാമ്പിളാണ്, ആ സാമ്പിൾ സെയിം പോപ്പുലേഷൻ ആണോ എടുക്കുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫോർ ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ, അപ്പോൾ ഒരു ആൽഫ ഫിറ്റ് ചെയ്യും. ആൻഡ് ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻസ് റെസ്പെക്റ്റീവ്ലി ഒമേഗ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ മൈനസ് സെഡ് ആൽഫ, അല്ലെങ്കിൽ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ ഈക്വൽ ടു സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആവാം, അല്ലെങ്കിൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ആവും. അപ്പം റൈറ്റ് ടൈലുണ്ട്, ലെഫ്റ്റ് ടൈലുണ്ട്. അതായത് വൺ ടൈൽ ടെസ്റ്റിലാണ് നമ്മൾ എന്ത് വരുന്നത്, സെഡ് ലെസ് ദാൻ മൈനസ് സെഡ് ആൽഫ അല്ലെങ്കിൽ സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ വരുന്നത്. 2 ടൈൽഡ് ടെസ്റ്റിലാവുമ്പോൾ നമുക്ക് എന്താവും, മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 എന്നാവും. ഓക്കെ. ആൻഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, നമുക്കൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വേണം. ദാറ്റ് ഈസ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീനും, നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ മീനും, മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ്റെ മീനുമാണ്, ആൻഡ് സിഗ്മ ബൈ റൂട്ട് n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്, സിഗ്മ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സെഡിൻ്റെ വാല്യൂ കാണണം. ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ റിജക്ട് എച്ച് നോട്ട്. ഇപ്പോൾ സെഡിൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിലാണ് ഉള്ളതെങ്കിൽ we reject H naught, otherwise accept H naught. Okay. And for alpha equal to 0.05 and alpha equal to 0.02 or alpha equal to 0.01, we can fix the critical regions by determining the critical values using normal area table. Okay. And if the population is given by normal, the test procedure is valid even for small samples provided sigma is known. When sigma is unknown and n is large, in the statistic we have to replace sigma by its estimate എസ്. സിഗ്മ അൺനോൺ ആവുന്ന കേസിൽ നമുക്ക് സിഗ്മ അറിയില്ല എങ്കിൽ നമ്മൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കും സിഗ്മയ്ക്ക് പകരം. സിഗ്മ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ സിഗ്മ നമുക്ക് അറിയില്ല, അൺനോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്മോൾ എസ് എടുക്കും. ഓക്കെ. ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമൽ ആണെങ്കിൽ the test procedure is valid even for small samples provided sigma is not. സിഗ്മ നോൺ ആയിരിക്കണം, സ്മോൾ സാമ്പിൾ ആണെങ്കിലും നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, the test procedure valid even for small samples provided sigma is നോൺ. സിഗ്മ അൺനോൺ ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ സാമ്പിൾ ഓഫ് 25 items were taken from a population with the standard deviation 10 and the sample mean is found to be
65. Can it be regarded as a sample from the normal population with mu equal to 60? അപ്പോൾ എന്താ പറഞ്ഞാൽ a sample of 25 items എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 25 ആണ്. ടേക്കൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. ഏതൊരു പോപ്പുലേഷൻ എടുക്കുന്നു അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ 10 ആണ്. ആൻഡ് സാമ്പിൾ മീൻ ഈസ് ഫൗണ്ട് ടു ബി 65. സാമ്പിൾ മീൻ എക്സ് ബാർ ഈക്വൽ ടു 65 ആണ്. Can it be regarded as a sample from a normal population with mu equal to 60? അപ്പോൾ ഈ സാമ്പിൾ mu equal to 60 എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ 60 ആയ പോപ്പുലേഷൻ എന്നാണോ ഈ സാമ്പിൾ എടുത്തതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതായത് എടുത്ത പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 60 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഗിവൺ n ഈക്വൽ ടു 25, സിഗ്മ ഈക്വൽ ടു 10, എക്സ് ബാർ ഈക്വൽ ടു 65 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 60. ഓക്കെ, അപ്പം എന്തായിരിക്കാം മ്യൂ ഈക്വൽ ടു 60 എന്നാണോ, മ്യൂ ഈക്വൽ ടു 60 എന്ന് പറയുന്ന പോപ്പുലേഷനാണ് ഇത് എടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്നുകിൽ മ്യൂ ഈക്വൽ ടു 60 ആവാം, അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 60 ആവാം. അപ്പോൾ നമ്മൾ എച്ച് നോട്ട് എന്താണ്? എച്ച് നോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എച്ച് നോട്ട് സെസ് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് against the alternatives. One of the alternatives h1 says that mu less than mu naught, mu greater than mu naught, or mu not equal to mu naught. ഇതാണ് നമ്മുടെ ടെസ്റ്റ്. h naught says that mu equal to mu naught, and we have to test h naught says that mu equal to 60 against h1 says that mu not equal to 60. Here mu equal to 60 is the null hypothesis. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോർമൽ, ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത് നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 60 ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മ്യൂ ഈക്വൽ ടു 60 ആണ് നമ്മുടെ പോപ്പുലേഷൻ മീൻ. എച്ച് നോട്ട് സെസ് ദാറ്റ് മ്യൂ ഈക്വൽ ടു 60 അഗെയിൻസ്റ്റ് എച്ച് വൺ സെസ് ദാറ്റ് മ്യൂ നോട്ട് ഈക്വൽ ടു 60. ലെറ്റ് ആൽഫ ഈക്വൽ ടു, നമുക്ക് ആൽഫ പ്രത്യേകിച്ച് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആൽഫ ഈക്വൽ ടു 0.05 എടുക്കുന്നു. ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആർ, അത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന മ്യൂ ലെസ് ദാൻ ആണെങ്കിലാണ് നമ്മുടെ റൈറ്റ് ടൈലും, മ്യൂ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മ്യൂ ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് ടൈലും, മ്യൂ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൈറ്റ് ടൈലുമാണ്. ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ടൈൽഡ് ടെസ്റ്റിലാണ് നമ്മൾ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്ന കേസ് എടുക്കുന്നത്. മുന്നേ പഠിച്ചതാണ് 1 ടൈൽ 2 ടൈൽ ടെസ്റ്റിൽ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? h1 says മ്യൂ നോട്ട് ഈക്വൽ ടു 60 ആയതുകൊണ്ട് ഒമേഗ ഈക്വൽ ടു മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. ആൻഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് z equal to x bar minus mu naught by sigma by root 10 is equal to 65 minus 60 divided by 10 by root 25. This is equal to 2.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? z എന്ന് പറയുന്നത് 2.5 കിട്ടി. ആൻഡ് മോഡ് z ഈസ് ഈക്വൽ ടു എന്താണ്? 2.5. നമുക്ക് z കിട്ടിയത് 2.5 ആണ്, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ. ആൻഡ് ടാബ്ലറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.96 ആണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 2.5 ഗ്രേറ്റർ ദാൻ ടാബ്ലറ്റ് വാല്യൂ, ഹെൻസ് വി ക്യാൻ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് അല്ലേ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ടെസ്റ്റ് ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ വി റിജക്ട്, അതർവൈസ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2.5 ഗ്രേറ്റർ ദാൻ 1.96 ആണ്. ദെൻ സെറ്റ് ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ, ദെൻ എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ്. Next, that is the sample cannot be regarded as drawn from the normal population with റിജക്റ്റ് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ റോങ് ആണ്. അപ്പോൾ ദെൻ ദ സാമ്പിൾ ഈസ് നോട്ട് ടേക്കൺ ഫ്രം ദ പോപ്പുലേഷൻ വിത്ത് മ്യൂ ഈക്വൽ ടു 60. ആൻഡ് എക്സാമ്പിൾ 2, a new stereo needle was introduced into the market claiming that it has an average life of 200 hours with a standard deviation of 21 hours. This claim came under severe criticism from dissatisfied customers. A customer group tested 49 needles and found that they have an average life of 191 hours. Is the claim of the manufacturer justified? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് a new stereo needle was introduced into the market claiming that has an average life of 200 hours. അപ്പോൾ മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 200 ആണ്. അതായത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ മാർക്കറ്റ് ക്ലെയിം ദാറ്റ് ഇറ്റ് ഹാസ് എൻ ആവറേജ് ലൈഫ് ഓഫ് 200 hours. ഓക്കെ, അപ്പം അത് മ്യൂ നോട്ട് ഈക്വൽ ടു 200 ആണ്. ആൻഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21 hours. സിഗ്മ ഈസ് ഈക്വൽ ടു 21. ദിസ് ക്ലെയിം കെയിം അണ്ടർ സിവിയർ ക്രിറ്റിസിസം ഫ്രം ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. എ കസ്റ്റമർ ഗ്രൂപ്പ് ടെസ്റ്റഡ് 49 നീഡിൽസ്. അപ്പോൾ ഈ കസ്റ്റമർ ഗ്രൂപ്പ് ടെസ്റ്റഡ് 49 നീഡിൽസ്. അപ്പോൾ 49 നീഡിൽസ് ആണ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ സാമ്പിൾ. ദെൻ n ഈസ് ഈക്വൽ ടു 49 ആൻഡ് ഫൗണ്ട് ദാറ്റ് ദേ ഹാവ് എൻ ആവറേജ് ലൈഫ് ഓഫ് 191 hours. അപ്പോൾ അതിൻ്റെ ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 191 ആണെന്ന് തന്നു. ഇസ് ദ ക്ലെയിം ഓഫ് ദ മാനുഫാക്ചറർ ജസ്റ്റിഫൈഡ്. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? മ്യൂ നോട്ട് എന്ന് പറയുന്നത് 200 ആണ്, എക്സ് ബാർ 191 ആണ്. അപ്പം ഈ എക്സ് ബാർ 191ഉം
ആൻഡ് ആ സാമ്പിൾ എടുത്തത് മ്യൂ നോട്ട് എന്ന് പറയുന്നത് 200 എന്ന് പറയുന്ന പോപ്പുലേഷൻ മീനുള്ള അല്ലെങ്കിൽ ആവറേജ് ലൈഫ് ടൈമുള്ള സ്റ്റീരിയോനോയിഡൽ ഗ്രൂപ്പ് നിന്നാണോ എടുത്തതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് മ്യൂ നോട്ട് 200 ആണ്. അപ്പോൾ എന്താവാം, ഇവിടെയുള്ള എക്സ് ബാർ എന്ന് പറയുന്നത് 191 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നുകിൽ മ്യൂ നോട്ട് ഈക്വൽ ടു എച്ച് നോട്ട് സെറ്റ് മ്യൂ നോട്ട് ഈക്വൽ ടു 200 എഗെയിൻസ്റ്റ് എച്ച് വൺ സെറ്റ് ദാറ്റ് മ്യൂ ലെസ് ദാൻ 200. കാരണം ഇവിടെ 191 ഹവേഴ്സിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 191 ഹവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെടുക്കാം, എച്ച് വൺ സെറ്റ് മ്യൂ ലെസ് ദാൻ 200 ആണ്. 91 ഈസ് ലെസ് ദാൻ 200. ദെൻ ലെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 0.05 ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ മ്യൂ ലെസ് ദാൻ 200 ആയതുകൊണ്ട് നമുക്ക് ആൽഫ 0.05 ആവുന്ന സമയത്ത് വൺ ടൈൽഡ് ടെസ്റ്റിൽ നമുക്ക് എന്ത് -1.645 ടേബിൾ നോക്കിയാൽ അറിയാം. ആൻഡ് ഒമേഗ ഈസ് ഈക്വൽ ടു മോഡ് സെഡ് അല്ല, 2 ടൈൽഡ് അല്ല, 1 ടൈൽഡ് ആയതുകൊണ്ട് സെഡ്. ആൻഡ് മ്യൂ ലെസ് ദാൻ 200 എന്നായതുകൊണ്ട് സെഡ് ലെസ് ദാൻ -1.645. ആൻഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എക്സ് ബാർ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് n ഈസ് ഈക്വൽ ടു എന്താണ് 191 - 200 by 21 by root 49. This is equal to -3. Since z lies in the critical region, that is -3. -3 is less than -1.645. Hence, that is the claim of the manufacturer is not justified. Next, example 3. Example 3 ഇതാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്യുക, സ്വന്തം ചെയ്യുക. ആൻഡ് എക്സാമ്പിൾ 4ഉം സ്വന്തം ചെയ്യുക. നെക്സ്റ്റ്, ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ്. എക്സാമ്പിൾ 4 ഇതാണ്. എക്സാമ്പിൾ 4 ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ദെൻ ചെയ്യാം. നെക്സ്റ്റ്, ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ്. ബൈ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ്, നമ്മളിപ്പം പറഞ്ഞത് സാമ്പിൾ എടുത്തത് പോപ്പുലേഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാനാണ്. ഇവിടെ ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ, we are actually testing the significant difference between 2 sample means. In other words, we are deciding whether the 2 sample have come from population having the same mean. അതായത് രണ്ട് ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 2 സാമ്പിൾ മീൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ 2 സാമ്പിൾ മീനും സെയിം പോപ്പുലേഷനാണോ എടുത്തത്, ആ 2 സാമ്പിളും സെയിം പോപ്പുലേഷനാണോ എടുത്തത്, അല്ലെങ്കിൽ സെയിം പോപ്പുലേഷൻ മീനുള്ള പോപ്പുലേഷനാണോ എടുത്തതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം സപ്പോസ് വി വാണ്ട് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് എച്ച് നോട്ട് സെസ് ദാറ്റ് μ1 - μ0 = 0. അതായത് ഈ μ1 - μ0 = 0 എന്ന 2 പോപ്പുലേഷൻ മീൻ തമ്മിലുള്ള ഡിഫറൻസ് 0 ആണോ, അതായത് ഈ 2 സാമ്പിൾസും എടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ആണോ, അല്ലെങ്കിൽ സെയിം പോപ്പുലേഷൻ ആണോ, അല്ലെങ്കിൽ സെയിം പോപ്പുലേഷൻ മീൻ ഉള്ള പോപ്പുലേഷനിൽ നിന്നാണോ എടുത്തതെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സാമ്പിളും എടുത്തു കഴിഞ്ഞത്, ഒരു സാമ്പിളിൻ്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് μ1 ഉം രണ്ടാമത്തെ സാമ്പിളിൻ്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് μ2 ആണെങ്കിൽ, ഈ μ1 ഉം അത് രണ്ടും സെയിം പോപ്പുലേഷൻ ആണെങ്കിൽ എന്തായിരിക്കണം, μ1 = μ2 ആയിരിക്കണം, അല്ലെങ്കിൽ μ1 - μ2 = 0 ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് H നോട്ട് സെസ് ദാറ്റ് μ1 - μ2 is equal to 0, or H നോട്ട് സെസ് ദാറ്റ് μ1 = μ2 against one of the alternatives. എന്താവണം, μ1 - μ2 less than 0 ആവാം, μ1 - μ2 greater than 0 ആവാം, or μ1 - μ2 not equal to 0 ആവാം. ആൻഡ് n1 n2 2 സാമ്പിൾ മീനും μ1 μ2 എന്ന് പറയുന്ന 2 പോപ്പുലേഷൻ്റെ മീനും, ആൻഡ് വാരിയൻസ് σ1² σ2². ഫോർ ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ ദ ക്രിട്ടിക്കൽ റീജിയൻസ് ആർ റെസ്പെക്റ്റീവ്ലി z less than -z alpha, or z greater than z alpha, or omega = mod z greater than = z alpha by 2. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം, 2 പോപ്പുലേഷൻ്റെ വരുന്ന സമയത്ത് നമുക്കറിയാം z എന്താണ് x1 bar - x2 bar ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് σ1² by n1 plus σ2² by n2. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കാൽക്കുലേറ്റ് z value using the sample information, and if it lies in the critical region, reject H0, otherwise accept it. Okay.